ഹായ്. ഒരു പ്രാവശ്യം പൂക്കൾ വിരിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം വിരിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞ പോലെ അല്ലാതെ വേറെ കളറുകളായിട്ട്, അതായത് ആദ്യത്തേൽ നിന്നും വ്യത്യാസമായി വിരിയുന്ന ഒരു ഐറ്റത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഡിസംബറിൽ വിരിഞ്ഞ പൂക്കളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജനുവരി ലാസ്റ്റ് ആകുമ്പോൾ അത് സെയിം പ്ലാന്റിന് വരുന്ന മാറ്റങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കളറിന് വ്യത്യാസമായി ഇപ്രാവശ്യം കൂടുതൽ റെഡായിട്ട്, പിന്നെ ഇടയ്ക്ക് യെല്ലോ അതുപോലുള്ള കളറുകളൊക്കെ വന്ന് ഒരു വൈറ്റ്, യെല്ലോ അങ്ങനെയുള്ള കളറൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ ഭാഗവും റെഡായി മാറിക്കഴിഞ്ഞു. കണ്ടോ, യെല്ലോ. അതുപോലെ ആ നേരത്തെ ഉണ്ടായിരുന്ന വൈറ്റ് വളരെ കുറച്ച് ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇത് ചിത്ര വെറൈറ്റിയിൽപ്പെട്ട ലേഡീസ് എയറ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. പൂക്കൾക്ക് ഗോൾഡൻ സൺഷൈൻ പോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഉണ്ടാവുക. സാധാ ബോഗൺവില്ലയെ അപേക്ഷിച്ച് ഇതിന് ഇത്തിരി വളർച്ചയും കൂടുതലാണ്. നല്ല വണ്ണമുള്ള കമ്പായതുകൊണ്ട് മൾട്ടി കളർ ബഡ് ചെയ്യാൻ റൂട്ട് സ്റ്റോക്കായി ഞാൻ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു മൾട്ടി ടോൺ പൂക്കളുള്ള വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ പ്ലാന്റിൻ്റെ ഈ കളർ ഇങ്ങനെയാണ് പൂവ് വരിക എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് പ്ലാന്റ് സെല് ചെയ്യുമ്പോൾ കസ്റ്റമറിന് അത് കിട്ടിക്കഴിഞ്ഞ് അവർക്ക് പൂ വിരിയുമ്പോൾ ഇതേപോലെയാണ് പൂ വിരിയുക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിന് ഏത് പാറ്റേണിൽ വിരിഞ്ഞാലും നമ്മളെ ഗാർഡന് അതൊരു അടിപൊളി ലുക്ക് തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മദർ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഏകദേശം 5 വർഷത്തോളമായിട്ടുണ്ട്. ഈ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം ബ്ലൂമിങ് ഉണ്ടാകുമ്പോൾ ഏത് പാറ്റേണിലാണ് പൂ വിരിയുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching. Bye.